friends, welcome back to Tell My Dream World. ഞാൻ നിങ്ങളുടെ ദിശ. നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്ലവർ ബൊക്കറ്റ് ആണ്. ഞാനിത് പേപ്പർ ഫ്ലവർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനത് മുമ്പ് ചെയ്തിട്ടുണ്ട് പേപ്പർ ഫ്ലവർ കൊണ്ട് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കണതെന്ന്. എന്നാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമുക്കതിനെ സെൻറ്ററിലൂടെ കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു മാർക്കർ പെൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട് അറിയാനായിട്ട്. ഞാനിവിടെ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ തെർമോക്കോൾ കട്ടറോ അത് പ്ലാസ്റ്റിക് കട്ട് ചെയ്യേണ്ട വസ്തുവൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ബ്ലേഡൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ ഇത്തിരി സൂക്ഷിച്ച് ചെയ്യണം, കൈയൊക്കെ മുറിയാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ ബോട്ടിലിനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഞാൻ ബോട്ടിലിൻ്റെ മുകൾ ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഇത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്ക് താഴോട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആ ഭാഗം ഫുള്ളും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. നമുക്കിനി ഇതിനെ അറേഞ്ച് ചെയ്യണം. അതിനായിട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ താഴേക്ക് മടക്കി കൊടുക്കുക. നമ്മൾ ഫുള്ളും താഴേക്ക് മടക്കി കൊടുത്ത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി വേണ്ടത് ഫ്ലവർ ബൊക്കറ്റിലേക്ക് ആവശ്യമായ പൂക്കളാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു A4 ഷീറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഫ്ലവേഴ്സ് ചെയ്യുക എന്നുള്ളത്. ഞാൻ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ഫ്ലവേഴ്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എങ്ങനെയാണ് പൂ ഉണ്ടാക്കുന്നതെന്ന്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമുക്ക് ബോട്ടിലിനെ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു വസ്തുവിൽ ഉറപ്പിച്ച് വെക്കാൻ, അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് മറിഞ്ഞൊക്കെ വീഴാനായിട്ട് സാധ്യതയുണ്ട്. ഞാനിവിടെ ഒരു പഴയ കട്ടിംഗ് ബ്ലേഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പഴയ CD ആയാലും മതി, അതിൽ നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഹോട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ഉറപ്പിച്ചിട്ടുള്ളത്. നമുക്കിനി പൂക്കളെ ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫെവിക്കോൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യം ചിലപ്പോൾ ഒട്ടിയിരുന്നെന്ന് വരില്ല, എന്നാലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ചുറ്റും നമുക്ക് ആ ഫ്ലവേഴ്സിനെയൊക്കെ ഒട്ടിച്ചെടുക്കാം.
നമ്മുടെ ഫ്ലവർ ബൊക്കറ്റ് റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണിത്. നിങ്ങൾക്ക് എന്റെ ഈ ഫ്ലവർ ബൊക്കറ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. നമ്മൾ വേസ്റ്റ് ആയിട്ട് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ റീയൂസ് ചെയ്ത് നമുക്ക് ഇതുപോലെ വീട് അലങ്കരിക്കാനായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.